Kaserakali. On stage, Dr. Z.V. Lakaraparambal, P. Krishnankutti Menon, Gokulapada Verma, Abraham Sebastian, Neelakantan O, Hashim P.A. and Geeta Ramachandran. Script, late Professor G. Shankara Pillai. Direction, S.S. Mani. Soliciting your permission, blessings and cooperation, we the 1974-78 batch of then RAC Calicut present before you the Malayalam drama Kaserakali. സഹോദര സദസ്സിൻ്റെ അനുവാദവും ആശീർവാദവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കസേരകളി. അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. എന്റെ രീതി അതല്ല. എത്ര ഫലങ്ങൾ നോക്കിയിട്ടാണെന്നോ ഞാൻ? ഫലം? ആ, വാരഫലം, നാട്, തിഥി, ശകുനം. ഞാൻ അങ്ങനെയല്ല. സീസറുടെ കാര്യം പറഞ്ഞതുപോലെ വന്നു, കളിക്കും, ജയിക്കുകയും ചെയ്യും. ഏയ്, ഈ കളിയുടെ റൂൾസ് എന്തൊക്കെയാ? നിങ്ങളോടാണ് ചോദിച്ചത്. അത് കൊള്ളാം. അവർ ഒരു പക്ഷേ കേട്ടില്ലായിരുന്നു. കേൾക്കാനിട്ടായിരിക്കില്ല. Take it from me. All these minions are ഇത്ര ഉറക്ക വേണോ? വേണം, ദൈവത്തെ പേടിക്കാൻ. പക്ഷേ ഹേയ്, റൂൾസ്. ഈ കളിയില്ലേ, കളി, അതിന്റെ റൂൾസ്. അതോ മറ്റോ ആയിരിക്കൂ. There you are. അത് പറഞ്ഞാ പോലെ. നോക്കാം. കളിക്കാരുടെ അറിവിന് കളി തുടങ്ങാറാകുമ്പോൾ വിളക്കുകളാണ്. ഇരുട്ടത്തം കണ്ണുകെട്ടി കളിക്കല്ല ഞാൻ വന്നത്. അതിന്റെ അടിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, വായിക്കണം. ശരി ശരി. വീണ്ടും വിളക്ക് വരും, വീണ്ടും വിളക്ക് വരും. അത് പ്രത്യേക നിറത്തിലുള്ള വെളിച്ചമായിരിക്കും. അപ്പോൾ കസേരകൾക്ക് ചുറ്റും നിരക്കുക. കളി അവിടെ തുടങ്ങും. ഇല്ല, അപ്പോൾ ബസ്സർ മുഴങ്ങും. ഓഹോ, ഐ ആം ത്രില്ഡ്. ഡോണ്ട് യു ഫീൽ സോ? മന്ത്രം ചൊല്ലി തുടങ്ങും ലൗഡ് സ്പീക്കറിലൂടെ. അപ്പോൾ വരാം വരാം, ഇങ്ങോട്ട് വരാം. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. വായിക്കണ്ടേ? വേണ്ട. അയ്യോ, അതെന്താ? 10ാമത്തെ പ്രാവശ്യമാണ് ഞാൻ. റിയലി സോറി. 9 തവണയും? പ്രത്യേകിച്ച് പറയണോ? ഇതെന്താ, ഭാരവും പേര് വേണോ വരാൻ? ഞാനൊന്നും. ഇതിനകത്ത് ചോറും പൊതിയ, വെള്ളം. അയ്യോ, അതെന്തിനാ? എപ്പോ തുടങ്ങുമെന്നൊന്നും പറയാനൊക്കത്തില്ല. ചതിച്ചോ? ഞാനൊന്നും. എന്തിനു പരിഭ്രമിക്കുന്നു? ഇവിടെ അടുത്ത് നല്ല ഹോട്ടലുകൾ കാണും, അല്ലേ? ഈ അതിനു പോകുമ്പോ കളി ആരംഭിച്ചാലോ? വളരെ ശരി. തുടങ്ങിയിട്ടില്ലല്ലോ. ഭാഗ്യം. ഇല്ല, അത് പിന്നെ അതെന്തോന്നാ? എന്റെ സർട്ടിഫിക്കറ്റുകൾ, യോഗ്യത തെളിയിക്കുന്ന രേഖകൾ. ഇവിടെ ഇന്റർവ്യൂ ഇല്ലല്ലോ, കളിയല്ലേ, ശുദ്ധ കളി. ഒടുവിൽ വിളിക്കുകയോ മറ്റോ ചെയ്താലോ? ഇതിത്രയും? അതെ, ഇത് 1974-78 ഞാനിരുന്ന സ്ഥാപനത്തിലേക്ക്. പിന്നെ അത് വിട്ടു.
ഇത് എന്റെ റിസർച്ച് വർക്ക്, ഒറിജിനൽ. ഇതെല്ലാം എന്റെ പ്രതിഭാ സന്താനങ്ങൾ, കൃതികൾ. ഇത് നല്ല ഭാരം കാണും. 1974 മുതലുള്ളതല്ലേ? എല്ലാം റെപ്രസെന്റേഷൻസ്, പരാതികൾ. ആണോ? അതെ, സാറ് കേൾക്കണം. ദേ ഇത് ഇത് തന്നെ 1974 ഒക്ടോബർ 4-ന് ഫോർനൂണായി ഞാൻ ജോയിൻ ചെയ്യുന്നു. ഓർക്കണം, നോ ബ്രേക്ക് ഓഫ് സർവീസ്. എന്നിട്ട് 1978 നവംബർ തന്നെയാണോ? നോക്കട്ടെ. യെസ്, നവംബർ ആഫ്റ്റർനൂണിൽ എന്നെ 400-800-ൽ നിന്നും ഒരു ഇൻക്രിമെന്റ് കൂടി അനുവദിച്ചു തന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. എന്ന് 1978 നവംബർ 4-ന്. മനസ്സിലായോ? ആ വർഷം തന്നെ നവംബർ 3-ാം തീയതി ഒരു ഫിക്സേഷൻ നടപ്പിൽ വരുന്നു. വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസാണ്. പിന്നെ റിയലി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് എന്താ നോക്കുന്നത്? ആ ഫിക്സേഷന്റെ ബെനിഫിറ്റ് എനിക്ക് ഇദ്ദേഹം ചെയ്യുന്നത് എന്താ? ഞാൻ തന്നെ പറയാം. എന്റെ ദശ എന്താണെന്ന് നോക്കുകയായിരുന്നു. നോക്കാനൊന്നുമില്ല, ശനിയാ ശനി. ആര് പറഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രാഹുവിന്റെ മൂർധന്യമാണ്. പക്ഷേ എന്റെ കേസിൽ അവൻ അനുകൂല സ്ഥാനത്തെന്ന ജ്യോത്സ്യന്മാർ. ഞാൻ പറഞ്ഞത് അതല്ല മിസ്റ്റർ. ശനിദശയ്ക്ക് അല്ലെങ്കിൽ നാം എല്ലാം ഇവിടെ എത്ര നേരം നിൽക്കേണ്ടി വരും? ഇവർക്കറിയില്ലേ? നിർഗുണ ബ്രഹ്മങ്ങൾ. ആര് പറയില്ല? മിണ്ടില്ല. പൊട്ടാണ് അതോ പിട്ടോ? ആർക്കറിയാം? നമുക്ക് കാത്തു നിൽക്കാം. അതിന് വിധിക്കപ്പെട്ടില്ലേ, അല്ലാതെ എന്ത് ചെയ്യാൻ? ഇവിടെ മുമ്പും വന്നിട്ടുള്ളവരാണ്. ഞാൻ 10ാമത്തെ. ഓ, പറഞ്ഞതാണല്ലോ. വന്നിട്ടില്ലെങ്കിലും ഞാൻ വിസ്തരിച്ച് വായിച്ചിട്ടുണ്ട് ഈ കളിയെപ്പറ്റിയും. അതിന്റെ എന്റെ ചോദ്യം അതല്ല. ഈ മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സമ്പ്രദായം? ഓ, എങ്ങനെ പറയാൻ? അതെന്താ, ഓരോരിക്കലും ഓരോന്നായിരുന്നു. ആരാ ഇതിന്റെ ആശാൻ? അതും അറിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലേ വരുള്ളൂ. ആൾ മനസ്സിലായാൽ വഴികൾ പലതുണ്ട്. ഒരാളല്ല ശബ്ദം. ആണോ പെണ്ണോ? പറയാൻ പ്രയാസം. നമുക്ക് അവരോട് ചോദിച്ചാലോ? ഫലമില്ല. എങ്കിലും നോക്കാം. മറ്റെന്തോന്നും ചെയ്യാൻ. വരി. ഏയ് മനുഷ്യരെ! ശ്രദ്ധിക്കുന്നത് പോലുമില്ലല്ലോ. ഏയ് ദ്വാരപാലകരെ! ദ്വാരപാലകരോ? രക്ഷാഭടന്മാർ. വെറും ഭടന്മാർ. പരിചാരകർ. ദ്വാരപാലകരെ! രക്ഷാഭടന്മാരെ. വെറും ഭടന്മാരെ. പരിചാരകന്മാരെ. ഏയ്! ഏയ്! ഞങ്ങൾക്കൊരു കാര്യം അറിയണം. അദ്ദേഹം ആരാ? കാത്തിരിക്കാം. നേരം പോകുന്നില്ലല്ലോ. അതിന് നേരം പോക്കാകാം. എന്ത് നേരം പോക്ക് ഇവിടെ? ഞാൻ എന്റെ സർവീസ് ഹിസ്റ്ററി പറയാം. വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയെങ്കിൽ എനിക്കുമുണ്ട്. എത്ര കെട്ട് ഫയലുകൾ നീക്കിയ കയ്യാണ് ഇതെന്ന് അറിയാമോ? ഫയൽ യുദ്ധങ്ങളുടെ കഥയൊന്നും വേണ്ട, ബോറടിക്കും. ഓരോരുത്തരും അവരവരുടെ കഥ പറഞ്ഞാലോ? അതിൽ മറ്റാർക്കാ രസം വരിക? എന്റെ വരവിനെ പറ്റി ആയാലോ? വാവെടുക്കുമ്പോൾ കേൾക്കാം. കൺസൾട്ടേഷൻ ഫീസ് തരണം. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? സിനിമ പാട്ട്. പ്രായം കഴിഞ്ഞു. എന്നാ നമുക്കല്പം ഫിലോസഫി ആവാം. നാശ
കലശം, കല്ലൻ കൊത്താടി, വേർഡ് ബിൽഡിംഗ്, സർപ്പന്റ് ആൻഡ് ലാഡർ. കളിക്കകത്ത് കളിയോ? അത് പാടില്ല. ദാറ്റ് ഇസ് റോങ്. നേരം കൊല്ലാൻ അത് തന്നെയാ നന്ന്. മ്ലേച്ഛം മ്ലേച്ഛം. പുറത്തു പോയെങ്കിൽ പല വഴികളും ഉണ്ടായിരുന്നു. കുടുംബത്തിൽ ചെന്നാൽ കുട്ടികളും തള്ളയും ഒക്കെ ആകുമ്പോ നേരം പോകാൻ ലേശം നേരം പോക്കുമാകാം അല്ലേ? അതൊന്നുമില്ലെങ്കിലും പ്രത്യക്ഷ ജാതകം, ഭാരഫലം ഒക്കെ വായിച്ചിരിക്കാം. എന്നാൽ പോവുകയല്ലേ വേണ്ടു. അതല്ലേ പറ്റാത്തത്. ഒന്ന് മുള്ളാൻ പോലും പറ്റാതായല്ലോ. മുള്ളാനോ? പോകാൻ വെളിച്ചം ഒന്ന് മങ്ങി. ഷേ, തോന്നല. അല്ല, മങ്ങി. മങ്ങിയോ? മങ്ങി മങ്ങി. അയ്യോ, തുടങ്ങരുതേ, തുടങ്ങിക്കളയരുതേ. നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ. എനിക്ക് ശരീരം വിറയ്ക്കുന്നു. ചുമ്മാ നിൽക്കണം ഹേ, നേരത്തെ ചാരാതെ. ഇപ്പൊ വരും. വരുമ്പോഴാണ്. സ്ത്രീകൾക്ക് പ്രത്യേക സൗജന്യം വല്ലതുണ്ടോ? ലിബല്ലേ, ലിപ് മൂവ്മെന്റ്. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ആരുടെ കൂടെ നിന്ന് പൊരുതുകയും ചെയ്യും. അത് വേറെ. മേട്ട് തൊടണ്ട, ഞാൻ നിന്നോളാം. എന്റെ കാലക്കേട്. പോകട്ടെ. ആട്ടെ, ഞങ്ങളുടെ അനുശോചനങ്ങൾ സ്വീകരിക്കുക. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പാവം. ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഇല്ല. യാത്ര പോലും പറയാതെ. ഒരു നിലയ്ക്ക് അത് നന്നായി. അന്യായം, അധർമ്മം, അക്രമം. എന്താ? എന്തോ കള്ളക്കളിയുണ്ട്. ഇത് എന്തോ കള്ളക്കളിയുണ്ട്. കളി ന്യായമായിരുന്നോ ഇതുവരെ? ഞങ്ങൾ കള്ളം ചെയ്തെന്നാണ്. നിങ്ങളല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുകാർ, സംഘാടകർ. അവര് ചെയ്തു. ആരാ അവര്? അറിയില്ല. പുരുഷനോ സ്ത്രീയോ? അന്വേഷിച്ചിട്ടില്ല. പുരുഷൻ തന്നെയാവും. അതാണ് ഈ അവഗണന, മേധാവിത്വ ബോധം. സ്ത്രീ ജയിക്കുന്നതിൽ, ഭരിക്കുന്നതിൽ സഹിക്കുമോ അവന്? അതുകൊണ്ട് മനഃപൂർവ്വം. വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനു കൂടി കളിക്കാൻ? അതെ, അത് തന്നെ. എതിർക്കുന്നത് ഇറങ്ങി കളിക്കും മുമ്പേ വേണമായിരുന്നു. ഇന്നു വരെ തോറ്റിട്ടില്ല, തോൽക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചു അല്ലേ? തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാലേ മുദ്രാവാക്യമാവും. വിജയം എന്നെ തേടി വന്നിട്ടേ ഉള്ളൂ. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ. പുരുഷൻ കാത് തുറന്ന് കേൾക്കേണ്ട ഒരു പ്രസ്താവം. പുരുഷൻ ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ ആവും. പുരുഷന്റെ മിടുക്കോ നന്നാ പുറത്തു. പെണ്ണിന്റെ കഴിവ്. ഇവിടെ ഇതാ സ്ത്രീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ? ഇതിന്റെ പിന്നിൽ പുരുഷ മേധാവിത്വത്തിന്റെ കറുത്ത കൈകളുണ്ട്. ഞാനത് കാണുന്നുണ്ട്. പ്രതിഷേധിക്കുന്നു. എന്റെ വർഗം പ്രതിഷേധിക്കുന്നു. ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഇതിന് പകരം ചോദിക്കാതെ സ്ത്രീ അടങ്ങുകയില്ല. ഇല്ല. മറ്റവന്മാരെന്തു ഭേദം. ഒടുവിൽ നാം രണ്ടുപേരുമായി.
അടുത്ത റൗണ്ട് കൂടി കഴിയുമ്പോൾ ഓ, എനിക്കത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഒരു കളിയല്ലേ, ചേർന്നു, അതിന്റെ ഒരു രസം. അതെ അതെ, എനിക്കും അത്ര വലിയ തിടുക്കമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ എന്തെന്ന് ചോദിച്ചാൽ എന്റെ ഇപ്പോഴത്തെ ഗ്രഹനിലയാണ്. ശ്രമിച്ചില്ലെന്ന് വെച്ചാലും ചിലപ്പോൾ നമുക്കെങ്കിലും ഒരു ജെന്റിൽമാൻസ് അപ്രോച്ച് വേണം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. തീർച്ചയായും. അല്ലെങ്കിൽ തന്നെ വിജയവും പരാജയവും എന്ന് പറഞ്ഞാൽ എന്താ, ഫിലോസഫിക്കലായിട്ട് നോക്കുമ്പോ ശരിയാ. പക്ഷേ ഫിലോസഫിക്കലായിട്ട് തന്നെ നോക്കണം. കളിയാണെങ്കിൽ ജയവും തോൽവിയും കാണും. പിന്നെ ഇതിനൊക്കെ എന്തർത്ഥം? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നല്ലേ? 1940. അറിയാം. അതുകൊണ്ട് നമുക്ക് കൈ കൊടുത്ത് പരസ്പരം പിരിയണം. നോട്ട് ലൈക്ക് ദിസ്. ഷുവർ, ഞാൻ ജയിക്കുമ്പോൾ. അതിപ്പോഴെങ്ങനെ പറയാൻ കഴിയും? ഗ്രഹനില ഗ്രഹപ്പിഴയും വരാമല്ലോ. പിഴയ്ക്കാതെ നോക്കിക്കൊള്ളാം. ഓ, കയ്യിൽ പുണ്ണിന് കണ്ണാടി വേണ്ടല്ലോ. ഗ്രഹനില തന്നെ തെളിഞ്ഞില്ലേ? കൈ തരൂ. ആസ് എ ഗുഡ് സ്പോർട്സ്മാൻ. സ്പോർട്സ്മാൻ തേങ്ങാ കൊലയാണ്. ഷേ, അത് പാടില്ല. എന്റെ വിജയവും താങ്കളുടെ തോൽവിയും ഫിലോസഫിക്കലായിട്ട് നോക്കിയാൽ. എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഞാനത് സഹിക്കുകയില്ല, പറഞ്ഞേക്കാം. ഞാൻ കോട്ട് ചെയ്യല്ലായിരുന്നു. കോട്ടുന്നു ജയിച്ചവന്റെ അഹങ്കാരം, തോൽവിയുടെ അമർഷവും. തന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. ഇതാക്കാം. ഇനി ആജ്ഞാപിക്കേണ്ടത് ഞാൻ. ബെഗറോ, താൻ ജയിച്ചെങ്കിൽ ബ്രദർ ആയനെ. സ്റ്റുപ്പിഡ്. പല്ല് നിർത്തിക്കും ഞാൻ. അതിന് സാധ്യതയില്ലാത്തതിൽ വ്യസനിക്കുന്നു. നീ അഹങ്കരിക്കാതെ സ്റ്റേ കിട്ടുമെന്ന് നോക്കട്ടെ. ന് ശേഷം ഞാൻ അതെ അറിഞ്ഞോ സന്തോഷം? ഓ, ഗംഭീര പാർട്ടിയേക്കളെ. ഓ, മറ്റവരും. പക്ഷേ വൈഫ് അറിയണ്ട. ഓ, സോറി. ഇല്ല, രഹസ്യമൊന്നുമല്ല. ഇവിടെ ഇങ്ങേ തലത്തിൽ പറഞ്ഞതാണ്. ഈ സ്ഥലത്തിന്റെ അന്തസ്സിനും പ്രൗഢിക്കും അനുസരിച്ച് കോഴി തന്നെ ആയിക്കോട്ടെ, ഭരിക്കും തീർച്ചയായും ഞാൻ. പിന്നെ ഇതാരാ ഇടയ്ക്ക് കയറി ഒരു മോശടൻ, ഇടയ്ക്ക് കട്ട് ചെയ്ത് തെമ്മാടികൾ, ഡെഡ് ഡെവിൾസ്, വിച്ചസ്. അയ്യോ, അതെല്ലാം ഞാൻ വെച്ചോ? Applications are invited for the next musical chair to be conducted within 35 minutes. That was record 78. Hello. Give them another